എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ, ബ്രെയിനിനെ ഹെൽത്തി ആയി വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഉടനെ തലച്ചോറാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മിക്കവാറും എല്ലാ ഭാഗത്തും ബ്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും ചിന്തകളെ ഏകോപിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഈ ബ്രെയിനാണ്. അതിൻ്റെ കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് നമ്മുടെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ കൺട്രോളിംഗ് ഏരിയ എന്ന് പറയുന്നത് തലച്ചോറിൽ മാത്രമല്ല, നമ്മുടെ ശരീരമാസകലം കൺട്രോളിംഗ് ഏരിയ ഉണ്ട് എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും ആ ബ്രെയിനിനെ ഹെൽത്തി ആയി വെച്ചുകൊണ്ടിരിക്കാൻ, ഹെൽത്തി ആവാതിരിക്കാൻ, അത് ബ്രെയിനിന് ഹെൽത്തി അല്ലാത്ത 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം, ഞാൻ മറുപടി പറയാൻ സന്നദ്ധനാണ്. നിങ്ങളുടെ ബ്രെയിൻ ഡാമേജ് ആകാവുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ. ഒരുപാട് സമയം ഇരുട്ടത്ത് ഇരിക്കുന്നവർ, ഒരുപാട് സമയം ഇരുട്ടിൽ ജോലി ചെയ്യുന്നവർ, ഇരുട്ടത്ത് ഇരിക്കേണ്ടി വരുന്നവർ, അങ്ങനെയുള്ളവരിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാറുള്ളതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവായ ന്യൂസ് വീണ്ടും വീണ്ടും കേൾക്കുകയും അവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് ഈ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് TV-യിൽ നെഗറ്റീവായ ന്യൂസ് റിപ്പീറ്റഡ്ലി കണ്ട് രാഷ്ട്രീയവും അതേപോലെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവായ ന്യൂസുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും ഇതെല്ലാം പോസിറ്റീവാണ്, അവരുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാവുന്ന വാർത്തകൾ പരമാവധി ഒഴിവാക്കുക എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. സാമൂഹികമായി ഐസൊലേഷൻ നേരിടുക, സൊസൈറ്റിയുമായി ബന്ധമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന പ്രവണത, മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെ, സുഹൃത്തുക്കളോ അങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടാതെ ഇരിക്കുന്ന പ്രവണത, പുറത്തേക്ക് അധികം ഇറങ്ങാതെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ജീവിക്കുന്ന ആ പ്രവണത ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹെഡ്ഫോൺസ് ചെവിയിൽ വെച്ച് വളരെയധികം ഉറക്കെ പാട്ട് കേൾക്കുന്നത്, വളരെ ഉറക്കെ, ബ്ലാസ്റ്റിംഗ് എന്നാണ് അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക്. വളരെ ഉറക്കെ പാട്ട് കേൾക്കുന്നതും നമ്മുടെ ബ്രെയിൻ പതിയെ ഡാമേജ് ആവാൻ കാരണമാകുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉറക്കത്തിന്റെ ഒരു ശീലക്കേട്, കൃത്യമായ സമയത്ത് ഉറങ്ങാതിരിക്കുക, കുറേ നേരം രാത്രി വൈകി ഉറങ്ങുക, രാവിലെ വൈകി എഴുന്നേൽക്കുക, അങ്ങനെയുള്ള ശീലങ്ങൾ പൊതുവെ ഉള്ളവർക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഈ ബ്രെയിൻ ഡാമേജ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, സ്ലോലി അതൊരു സ്ലോ പോയിസൺ പോലെയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പതിയെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നു എന്നാണ് കണ്ടെത്തൽ. ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവണമെന്നില്ല, കുറേ ദിവസം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അങ്ങനെ ആവണമെന്നില്ല. നമുക്കതെല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ദിവസം മുഴുവൻ ഒരു അനക്കവുമില്ലാതെ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയി ഇരുന്നു കൊണ്ടിരുന്നാൽ അതും ബ്രെയിൻ ഡാമേജിന് കാരണമാവാം. ശാരീരികമായും നമ്മുടെ ബിഹേവിയറൽ രീതിയിലുമുള്ള ആക്ടിവിറ്റി എപ്പോഴും അത്യാവശ്യമാണ്, മാനസികമായിട്ടുള്ള ആക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതും നമ്മുടെ മനസ്സിൽ കരുതുക, ബ്രെയിൻ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയാണത്. ഒരുപാട് സ്ക്രീനിൽ സമയം ചെലവാക്കുന്നത്, മൊബൈലാണെങ്കിലും TV ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒരുപാട് നേരം ഈ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രെയിൻ ഡാമേജിന് കാരണമാവാം. പഞ്ചസാര ഒരുപാട് കഴിക്കുന്നതും ബ്രെയിൻ ഡാമേജിന് കാരണമാണ് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ വളരെ പെട്ടെന്ന്, പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷുഗർ എന്ന് പറയുന്ന സംഭവം വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്, ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് തന്നെ കുറയ്ക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. പരമാവധി കുറയ്ക്കണം. പഞ്ചസാര ശരീരത്തിന് അത്രയധികം ദോഷം ചെയ്യുന്നു എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും നമ്മുടെ ബ്രെയിൻ ഡാമേജിന് ഒരു കാരണമാകാറുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ ഈ 8 കാര്യങ്ങൾ അതൊന്നും ചെയ്യാതിരിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ രീതിയിൽ അവോയ്ഡ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ പതിയെ നമ്മുടെ ബ്രെയിൻ ഡാമേജ് ഇല്ലാതാവുന്നു, അതായത് വരുന്നത് തടയപ്പെടുന്നു. അതേപോലെ ഇനി എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് നമ്മുടെ ഈ ദിവസം വരെയുള്ള നമ്മുടെ പ്രാക്ടീസിൽ, നമ്മുടെ ഈ ശീലങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പതിയെ ഇതെല്ലാം നിർത്തുന്നത് കൊണ്ട് മാറ്റിയെടുക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക.
ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഞാൻ മറുപടി പറയാൻ സദാ സന്നദ്ധനാണ്.